നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഏകദേശം വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തിയായിരുന്നു. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ഗ്രീൻ ടണൽ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ് വരെയുള്ള ആ ഒരു ട്രെയിൻ യാത്രയാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻ ടണൽ എന്ന് വിശേഷിപ്പിക്കുന്നതൊക്കെ ഉള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. 10 മണിക്ക് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എത്തിച്ചേരുന്നത്. ഈ ട്രെയിൻ കോട്ടയത്ത് നിന്ന് വരുന്നതാണ്. കോട്ടയത്ത് നിന്നും നിലമ്പൂർ റോഡിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനാണ്. അപ്പോൾ നമുക്ക് അതിൽ കയറിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ അത് വന്നതിന് ശേഷം അത് ഇവിടെ വന്നിട്ട് ലോക്കോമോട്ടീവൊക്കെ ചേഞ്ച് ചെയ്ത് ഡീസൽ ലോക്കോ ആക്കിയൊക്കെയാണ് പോകുന്നതെന്നാണ് കേട്ടത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ കോച്ചിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഡീസൽ ലോക്കോമോട്ടീവാണ് ആ കാണുന്നത്. അതായത് ആ കോച്ചുകളുടെ പുറകിലായിട്ട് കാണുന്ന ആ ഡീസൽ ലോക്കോമോട്ടീവ് നമ്മുടെ ട്രെയിൻ ഇവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനകത്ത് എത്തിച്ചേരുമെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫൈനലി നമ്മുടെ ട്രെയിന് അങ്ങ് ദൂരെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ലോക്കോമോട്ടീവ് ഇലക്ട്രിക് മാറ്റി ഡീസൽ ലോക്കോമോട്ടീവ് ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്ത് ഡീസൽ ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതാണ് ഇവിടെ നമ്മുടെ യാത്ര പുറപ്പെടുവിച്ചു. നമ്മുടെ ട്രെയിൻ ഫൈനലി ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂവായി തുടങ്ങി. നമ്മൾ അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈ പറഞ്ഞ്, അതായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ആദ്യം ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങാടിപ്പുറമാണ്. അപ്പോൾ നമുക്ക് ഇത് പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ റൂട്ടിനെ ഇന്ത്യൻ റെയിൽവേ ഗ്രീൻ ടണൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള കാഴ്ചകൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് സുഹൃത്തുക്കളെ. അത്രത്തോളം മനോഹരമാണ് ഈ റൂട്ടിലൂടെയുള്ള റെയിൽ യാത്ര എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്ന സുഹൃത്തുക്കളെ, ആ കാഴ്ചകളാണ്, അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ട്രെയിൻ പതിയെ നല്ല സ്പീഡായി തുടങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം എൻ്റെ വോയിസ് ക്ലിയറായിട്ട് നിങ്ങൾ എത്തുമെന്നുള്ളത് അറിയില്ല, കാരണം നല്ല രീതിയിൽ ട്രെയിനിൻ്റെ വോയിസ് ഉണ്ട്. എന്നാലും കഴിയുന്നത്ര രീതിയിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞ് തന്നു തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ഈ റെയിൽ റൂട്ട് നിർമ്മിക്കുന്നത് 1921 ഒക്ടോബർ 26 അന്നത്തെ റെയിൽവേ ബോർഡ് ഇവിടെയാണ്, അതായത് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു റെയിൽ റൂട്ട് അന്ന് തീരുമാനിക്കുകയാണ്. ഈ റെയിൽ റൂട്ട് എന്നത് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ വരെ 66 കിലോമീറ്റർ 11 റെയിൽവേ സ്റ്റേഷനുകളുമായിട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതായത് ഷൊർണൂർ നിലമ്പൂർ ഉൾപ്പെടെ മൊത്തത്തിൽ 11 റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഈ റെയിൽ റൂട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച റെയിൽ റൂട്ടാണ്. അത് നിർമ്മിക്കുന്നതിന് അവർക്ക് ഒരു തക്കതായിട്ടുള്ളൊരു കാരണങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരുള്ള തേക്ക്, അതായത് നിലമ്പൂരിൻ്റെ വനസമ്പത്ത്, അതുപോലെ തന്നെ ചാലിയാർ പുഴയിലെ സ്വർണ്ണ നിക്ഷേപം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് അന്ന് ആ കാലഘട്ടത്തിൽ ഈ ഒരു റെയിൽ റൂട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ റെയിൽ റൂട്ട് നിർമ്മിച്ചിട്ടുള്ളത് 1925 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ റെയിൽ റൂട്ട് 70 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു റെയിൽ
സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ, അതായത് ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള കാഴ്ചകളെന്ന് പറയുന്നത് വിശേഷമായിട്ട് കാണാൻ ട്രെയിൻ പോകുന്നത് പോലെയുള്ള ഒരു പ്രതിനിധിയാണ് ഈ ഒരു യാത്രയിൽ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പോകുമ്പോൾ ആ രണ്ട് സൈഡുകളിൽ മരങ്ങളായിട്ടായാലും വയലുകളായിട്ടായാലും ഫുള്ളി ഒരു പച്ച മാത്രമായിട്ടുള്ള ഒരു മരം. ഈ ഒരു റൂട്ടിലൂടെ ഒരു എന്താ പറയുക, ഒരു മൺസൂൺ കാലത്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തൂടെ പോകുന്നതെങ്കിൽ ചെറിയ ചാറ്റൽ മഴയും അതുപോലെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇലകളൊക്കെ, അതായത് പച്ചിലകൾ തുരങ്കപാതയിലൂടെ പോകുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മൺസൂൺ കാലത്ത് തന്നെ ഞാൻ ഒരു യാത്രയിലൂടെ പോകും, അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഞാൻ കോട്ടയത്ത് നിന്നും നമ്മുടെ നിലമ്പൂരിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് ആകെ കൂടി, അതായത് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തം 3 സ്റ്റേഷനാണ് നിലവിലുള്ളത്. ഫസ്റ്റ് സ്റ്റേഷൻ അങ്ങാടിപ്പുറം, അത് കഴിഞ്ഞിട്ട് വാണിയമ്പലം, അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള നിലമ്പൂർ. ആ മൊത്തത്തിൽ മെയിനായിട്ട് ആ 3 റെയിൽവേ സ്റ്റേഷനുകളാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ സ്റ്റേഷനുകളുണ്ട്, അതിലൊന്നും സ്റ്റോപ്പില്ല. കാരണം അതൊരു എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റോപ്പില്ല. മുൻപ് പാസഞ്ചർ ട്രെയിൻ ഉണ്ടായിരുന്ന സമയത്ത് അതായത് ബാക്കിയുള്ള സ്റ്റേഷനുകളിലെല്ലാം സ്റ്റോപ്പുണ്ടായിരുന്നതാണ്. ആ സ്റ്റേഷനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതി, അതായത് പഴയ കാലത്തെ രീതിയിൽ തന്നെ ഒരു എന്താ പറയുക, ചെറിയ ഷെഡുകളും അതുപോലെ തന്നെ തണൽ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ആ ഒരു അന്തരീക്ഷമാണ് ആ സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്റ്റേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ വീണ് കിടക്കുന്ന ആ ഒരു ഫീൽ, അതെന്ന് കഴിഞ്ഞാൽ പഴയ നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ആ ഭാഗത്തൊക്കെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. അതായത് ഇത് ആ സ്റ്റേഷനുകളിലൊന്നും നിർത്താതെ പോകുന്ന ആ സ്റ്റേഷനുകളുടെ കാഴ്ച എന്ന് പറയുന്നത്.
അറിയത്തില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള, അത്രത്തോളം എനർജി കിട്ടുന്ന ഒരു റെയിൽ റൂട്ട് തന്നെയാണ് സുഹൃത്തുക്കൾ. കംപ്ലീറ്റ്ലി ആ രീതിയിലുള്ള ഒരു റെയിൽ റൂട്ടാണ് നമ്മുടെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ വരെയുള്ള ഈ ഗ്രീൻ ടണലായിട്ടുള്ള ഈ ഒരു റെയിൽ റൂട്ട്. ലൈഫിൽ ഒരു തവണയെങ്കിലും സുഹൃത്തുക്കളെ ഈ ഒരു റെയിൽ റൂട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് സുഹൃത്തുക്കൾ ഈ ഒരു റെയിൽ റൂട്ടിലെ യാത്ര. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ട്രെയിൻ സ്ലോ ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നുന്നു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ബൈ. അപ്പോൾ സുഹൃത്തുക്കൾ, അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ ഈ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്റ്റേഷൻ. ഒത്തിരി പേര് ഇവിടുന്ന് കയറുകയും ചെയ്തു, അതുപോലെ തന്നെ ഒത്തിരി പേര് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയം സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 1-2 മിനിറ്റ് വരെ ഇവിടെ സ്റ്റോപ്പുണ്ട്. അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ നമ്മൾ പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങാടിപ്പുറം സ്റ്റേഷനൊരു ബൈ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ റൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പോകുന്ന റെയിൽ ട്രാക്കിന് ഇരുവശങ്ങളിലും മരങ്ങൾ തീർത്തൊരു മതിൽ പോലൊരു ആ ഒരു ഫീലും, അതിനപ്പുറത്തായിട്ട് കൃഷിയിടങ്ങളും, അതായത് പച്ച പരവതാനി വിരിച്ച കണക്കുള്ള കൃഷിയിടങ്ങളും ഒക്കെ നമുക്ക് കാണാം. ചിലയിടങ്ങളിൽ വിളഞ്ഞ് നിൽക്കുന്ന നെല്ലുകൾ, ചിലയിടങ്ങളിൽ വിളവാവാത്ത, അതായത് എന്താ പറയുക, അതിന് എങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല, എന്തായിരുന്നാലും പച്ച നെല്ലുകൾ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കൃഷിയിടങ്ങളായാലും എല്ലാം കാണാം. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഇവിടെ ആൾക്കാർ തിങ്ങി താമസിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ മൊത്തവും അവർ ഗ്രീൻ ടണലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ റെയിൽ റൂട്ടിൽ ഉടനീളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു റെയിൽ റൂട്ടിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതെനിക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ മലനിരകൾ കാണാൻ പറ്റും. അങ്ങ് ദൂരെയായിട്ടാണ് ആ കാഴ്ചകൾ കാണുന്നത്. അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കൾ നമുക്കത് ലൈക്ക് ചെയ്യാതിരിക്കാൻ തോന്നുന്നത്? ദയവായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. അവർ കണ്ട് ആസ്വദിക്കണം ഈ ഒരു ഗ്രീൻ ടണൽ എങ്ങനെയാണെന്നുള്ളത്. കണ്ട് ആസ്വദിക്കുക മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങളെ കൊണ്ട് പോയി ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും പോയി ആസ്വദിക്കുക സുഹൃത്തുക്കൾ.
കണ്ടില്ല സുഹൃത്തുക്കളെ, ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഗ്രീൻ ടണലിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അത് കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോകുന്നതുണ്ട്. ആ കറക്റ്റ് ഫുൾ പച്ചപ്പിനകത്ത് കൂടെ ഈ ട്രെയിൻ ഇങ്ങനെ തുറന്നു പോകുന്നൊരു പ്രതിനിധിയാണ് സുഹൃത്തുക്കളെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു, ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ വരെ എത്തുന്നതിനിടയിൽ മൊത്തത്തിൽ നിലമ്പൂർ ഉൾപ്പെടെ 3 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. പക്ഷേ അത് കൂടാതെ നിലവിൽ 8 റെയിൽവേ സ്റ്റേഷനുകൾ കൂടെ ഉണ്ട്. അതായത് നിലമ്പൂരും ഷൊർണൂരും ഉൾപ്പെടെ മൊത്തത്തിൽ 11 റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ നിർത്തുന്നത്, അതായത് ഇതൊരു ഞാൻ ആദ്യമേ തുടക്കത്തിലെ പറയാനായിരുന്നു, കോട്ടയത്ത് നിന്നും നിലമ്പൂരിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനാണ് ഈ ട്രെയിൻ. അതുകൊണ്ട് തന്നെ ബാക്കി സ്റ്റേഷനുകളിൽ ഒന്നും തന്നെ ഈ ട്രെയിൻ നിർത്തുന്നില്ല. ഈ ട്രെയിൻ നിർത്താതെയാണ് പോകുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ വിട്ടുപോയൊരു കാര്യം, കേരളത്തിൽ തന്നെ ആദ്യകാല റെയിൽ പാതകളിൽ ഒന്നാണ് ഈ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള ഈ റെയിൽ പാത. ഷൊർണൂരിൽ നിന്നും മൊത്തത്തിൽ 66 കിലോമീറ്ററാണ് ഈ യാത്ര.
സുഹൃത്തുക്കളെ, നമ്മുടെ ട്രെയിൻ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ റൂട്ടിൽ ഇവിടെ നിന്നെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സുഹൃത്തുക്കളെ, എല്ലാം കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷനുകളാണ്. രണ്ട് സൈഡ് വേറെ തണലിനായിട്ട് ഒന്നും വേണ്ട. തണലിനായിട്ട് ഇവിടെ നിൽക്കുന്ന മരങ്ങൾ മാത്രം തണലിനായിട്ട് വിരിച്ച രീതിയിലാണ് ഓരോ റെയിൽവേ സ്റ്റേഷനും. ഇവിടെ എന്തോ ചെറിയ രീതിയിലൊക്കെ പണികൾ നടക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ഏകദേശം 1 മിനിറ്റ് വരെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. കുറേ പേര് ഇറങ്ങി. ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വാണിയമ്പലം സ്റ്റേഷനും ബൈ ബൈ.
നമ്മൾ വന്നതിൻ്റെ ലോക്കോ പോവുകയാണ്. ഇനി അത് തിരിച്ചു വന്ന് ഈ നമ്മൾ വന്ന ട്രെയിനിൽ തന്നെ, അതായത് നമ്മൾ വന്ന കോച്ചുകളിൽ തന്നെ വീണ്ടും തിരിച്ച് അറ്റാച്ച് ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളിൽ എത്തുവാനായിട്ട് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സുഹൃത്തുക്കളിലോട്ട് എല്ലാവർക്കും, അതായത് സുഹൃത്തുക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.